അവരൊക്കെ കൂടി. അപ്പം അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ മക്കളെ രണ്ട് വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ, മറ്റുള്ളവരുടെ കാര്യമല്ല, ഞങ്ങളുടെ അമ്മയ്ക്ക് ചോറും കറിയൊന്നും വെക്കലില്ല. ഞങ്ങൾ അവിടെ ചെല്ലും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം ചോറ് വെക്കില്ല. അമ്മ പറയും അവിടുന്ന് കഴിക്കാമെന്ന്. ഞങ്ങൾ അവിടുന്ന് കഴിക്കും. അങ്ങനെ നേരെ വെളുക്കുമ്പോൾ അമ്മയും മക്കളും പോയാൽ വൈകുന്നേരം 8 മണി കഴിയുമ്പോൾ അവിടുന്ന് അമ്മയും മക്കളും ഇങ്ങോട്ട് വരും കിടക്കാൻ. വരുന്ന ദിവസങ്ങളിൽ, അല്ലാത്ത ദിവസമാണെങ്കിൽ അവിടെ തന്നെ കിടക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം അച്ചാച്ചില്ലാത്ത കാരണം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത്തിരി കാലമായി. അപ്പോൾ ഒരു 10-12 വയസ്സ് 13 വയസ്സൊക്കെ ആയപ്പോൾ കാലമായി. കുട്ടികളെ പുറത്തേക്ക് ഞങ്ങൾ വിടില്ലല്ലോ. അപ്പം എൻ്റെ അമ്മേരെ എളാമ്മയുണ്ട്. എളാമ്മയ്ക്ക് 2 മക്കളുണ്ട്. എൻ്റെ അമ്മാമേരെ അനിയത്തി. അപ്പോൾ അവർക്ക് 2 മക്കളാണ്. എൻ്റെ അമ്മേരെ എളാമ്മയ്ക്ക് ആജിപാപ്പനൊക്കെ ഇല്ലേ ഇവിടെ, ആജിപാപ്പൻ്റെ ഒക്കെ അച്ഛമ്മ. അപ്പം ഞങ്ങൾ എനിക്കൊരു 10-14 വയസ്സായി. ഞാൻ പെണ്ണായി എന്നൊക്കെ കണ്ടപ്പോൾ അവിടെ എളാമ്മേരെ അടുത്ത് കൊണ്ടാക്കി. അപ്പം ഇങ്ങനെ രാത്രി വരവും പകല് പോക്കൊന്നും പറ്റില്ല. അപ്പം അവിടെ കൊണ്ടുവന്നാക്കി. ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പം അവിടുത്തെ അമ്മാമ്മ കൊയ്യാനൊക്കെ പോകും പാടത്തേക്ക്. ആജിപാപ്പൻ്റെ അച്ഛമ്മയില്ലേ, ആജിപാപ്പൻ്റെ അച്ഛമ്മ എല്ലാ സ്ഥലത്തും പോയി കൊയ്യും. കൊയ്യുന്ന കാലാകുമ്പോൾ എടുത്തടാ, അതെടുക്കണോണ്ട് കുഴപ്പമില്ല, നിങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പം ആജിപാപ്പൻ്റെ അച്ഛമ്മ എല്ലാ സ്ഥലത്തും പോയി കൊയ്യാനും ഇതിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ കൊയ്യാൻ പോണ അമ്മമാരുടെ മക്കളുണ്ടല്ലോ, അവരൊക്കെ കട്ടിക്കുന്ന ചുരുട്ട് ചോന്ന് കൊണ്ടുവരാൻ പോകും ഞങ്ങൾ. അപ്പോൾ അതിന് പോകും. അടുത്ത് തന്നെയാ. അപ്പോൾ ഞങ്ങൾ കൊയ്യാൻ പോകും. ഈ വീട്ടിലല്ല, ഇത് അച്ചാച്ചൻ്റെ വീടല്ലേ. എൻ്റെ വീട് വേറെയായിരുന്നു. അച്ഛന്മാരെ വീട്ടില് അച്ഛമ്മ, കുഞ്ഞച്ചമ്മ, എൻ്റെ അനിയത്തി. അച്ഛന്മാരെയും കുഞ്ഞച്ചന്മാരെയൊക്കെ വീട് അതാണ്. അപ്പോൾ അമ്മാമ്മ മരിച്ചപ്പോൾ അവിടെ കുഞ്ഞച്ചമ്മ. ഇപ്പം എൻ്റെ അനിയത്തി അവിടെ താമസിക്കുന്ന കുട്ടികളും. ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് ചോറ് വെപ്പ്. പിന്നെ വിശേഷ ദിവസമാകുമ്പോൾ, വിശേഷ ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഒരു പോത്തുമകം തിരുവോണത്തിന് മാത്രമേ ഞങ്ങളോട് ചോറ് വയ്ക്കുള്ളൂ. തിരുവോണം മാത്രം ഞങ്ങളോട് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പണിക്ക് പോകുമ്പോൾ അവിടെ തന്നെയും ഭക്ഷണമൊക്കെ. അതേപോലെ തിരുവോണത്തിന് നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ ഒരു ചോറും കറി എന്തെങ്കിലും, അതിനൊരു പപ്പടം മറക്കൂട്ടാ തിരുവോണക്കല്ലേ. അതേപോലെ നിങ്ങളൊക്കെ ഇപ്പം എന്നും നിങ്ങൾ തന്നെ, നമ്മളൊക്കെ ഇപ്പം എന്നും വാസന സോപ്പ് കിട്ടല്ലോ കുളിക്കുന്ന സോപ്പൊക്കെ. പീച്ചിങ്ങ നല്ല അലക്കണ സോപ്പില്ലേ, യോഗി കണ്ണെന്ന് പറയുന്നത് പറയുമ്പോ വിഷമ. ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കാലത്ത് ഞങ്ങക്ക് ഓണം വിഷു മാത്രം കുളിക്കുന്ന സോപ്പ് മേടിക്കാം. നമ്മളൊക്കെ ഇപ്പൊ എന്നും വരക്കണ സോപ്പിട്ടെല്ലാം കുളിക്കുന്ന സോപ്പല്ലേ, എന്നിപ്പോ നമുക്ക് കുളിക്കുന്ന സോപ്പാ. ഞങ്ങൾക്കൊക്കെ ഒരു ഓണം വിഷു ഒക്കെ വരണം. പക്ഷെ ഞങ്ങൾക്ക് ഓണം വിഷു വന്നാലോ എങ്ങനെയാണെന്നറിയോ, ഒരു വർഷം സോപ്പ് മേടിച്ച് ഞങ്ങൾ 2-3 നാളല്ലോ ഉള്ളു. ഞങ്ങൾക്ക് കുറേ നാൾ നിൽക്കും. പിന്നെ ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ കൂടി പാടത്ത്, ഇപ്പൊ ജെറുസലാം ഇരിക്കുന്നില്ലേ, ആ പാടത്ത് കുളിക്കാൻ പോകും. തോടുണ്ട്, അവിടെ പോയി ചാടി മറിഞ്ഞ് കുളിച്ച്. അതേപോലെ ഇപ്പൊ ഈ ബൈപ്പാസ് നിൽക്കില്ലേ ഇവിടെ താഴത്തെ 4 വരി പാത, അതിൻ്റെ അവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളം നാടേകുളമല്ല, അത് കൂടാണ്ട് മൂട്ടി പോയി ഒരു കുളമുണ്ട്. അവിടെയൊക്കെ ചാടി കുളിച്ച് നിങ്ങളെ പോലെ കെട്ടിയിട്ടുള്ള വളർത്തുന്നില്ല. വീട്ടുകാരൊക്കെ പണിക്ക് പോയി ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ കളിക്കാൻ പോകും. എല്ലാവരും. നിങ്ങൾക്കൊന്നും ഇപ്പൊ അങ്ങനെ താങ്ങുന്നില്ല. ഞങ്ങളുടെ കാലത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇന്നങ്ങനെയല്ലല്ലോ, കുട്ടികളങ്ങനെ പുറത്തേക്ക് വിടാനോ എടുക്കാനൊന്നും പാടില്ല. അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടൊന്നുമില്ല.
കളിക്കുമ്പോൾ ചോറ് വെച്ച് കളിക്കും. പച്ചണ്ടി കീറി അണ്ടിയില്ലേ, അത് മൂത്ത അണ്ടി കീറി നമ്മള് ഒരു കഥ പറഞ്ഞ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ അതൊക്കെ പറയുമ്പോ വിഷമ. അമ്മേരെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ അപ്പൊ അതൊക്കെ എനിക്ക് വിഷമമാണ്. ഞാൻ വിഷയം വേഗം മാറ്റിയത്. പച്ചണ്ടി കീറും. രാജമാമനൊക്കെ ഇല്ലേ നമ്മളെ രാജാച്ചാച്ചൻ, ഞങ്ങള് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരത്തോട് കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഷാപ്പുണ്ട് ഇവിടെ അടുത്തേ. ആ ഷാപ്പിലത്തെ കുടുക്കകൾ കൊണ്ടുവരുന്നത്. കൊടുക്കാന്ന് പറഞ്ഞാൽ കള്ള് ഇപ്പൊ കുപ്പിയില കൊടുക്ക. അന്നൊക്കെ കള്ള് ഇപ്രാവശ്യം വന്ന കുഞ്ഞു കുഞ്ഞു കുടങ്ങൾ പോലത്തെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഞങ്ങള് കൊണ്ടുവരും. അതിന്റെ തിണ്ട് ഇങ്ങനെയൊക്കെ പൊട്ടും ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കഴുകുമ്പോഴേക്കേ. അപ്പൊ അതൊക്കെ പുറത്തേക്ക് വയ്ക്കും. അപ്പൊ ഞങ്ങള് പെൺകുട്ടികളൊന്നല്ല പോവാട്ടാ, ആൺകുട്ടികൾ പോവും. അത് എടുത്തിട്ട് വരുമ്പോഴേക്കും എന്നിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും ഓരോ പിടിയരിങ്ങനെ ഇങ്ങനെ ഓരോ പിടിയരില്ലേ എല്ലാവരും കൊണ്ടുവരും. റേഷനരി അല്ല എല്ലാവർക്കും. അപ്പൊ എല്ലാവരും അരി കൊണ്ടുവരും. അതേപോലെ എല്ലാവരും വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. എല്ലാവരും കൊണ്ടുപോകും. പിന്നെ നെല്ല് കുത്തിയരൊക്കെയാണെങ്കിൽ പൊടിയരി കൊണ്ടുവരും. ഞങ്ങൾ മിറ്റത്ത് തീ കത്തിച്ച് ഞങ്ങൾ അത് വെക്കും. വെച്ച് ചിലവരൊക്കെ മിടുക്കന്മാരുണ്ടാവും, മിടുക്കത്തിയുള്ളൂ. വെച്ച് പാകമൊക്കെ ആകുമ്പോൾ അടി ഉണ്ടാക്കി അങ്ങനെ കുറച്ച് തല്ലുകൂടി കുടിക്കുന്ന ആൾക്കാരുകളില്ലേ ഇങ്ങനെ അത് കിട്ടണം കഴിക്കണം എന്നുള്ളൊരു. അപ്പം ഒക്കെ തല്ലുകൂടി കഴിക്കും. ഞങ്ങൾ മാത്രം തല്ലുകൂടാത്ത 2-3 ആളുണ്ട്. ആ 2-3 ആള് ഇതൊക്കെ പണിത് ഈ കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കല അരി തള വന്ന് പോകുമ്പോൾ അടി തുടങ്ങൂടെ. ഞങ്ങളൊക്കെ പിന്നാക്കം പോരും. ഞങ്ങൾ 2-3 പെണ്ണുങ്ങളുണ്ട്, അവരൊക്കെ നീങ്ങി പോരും. ഞങ്ങളുടെ കൂടെ വേറൊരു കൂട്ടുകാരിത്തിണ്ട്, അവള് അടി കൂടി അതിൽ നിന്നൊരു പങ്ക് കഴിച്ചിട്ട് പോകണം. ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് നീങ്ങി പോരും. തല്ല് കണ്ടുന്ന് കാണുമ്പോൾ ഞങ്ങൾ 2-3 ആള് നീങ്ങി പോയി. ആകെ 5-6-7 പെൺകുട്ടികളൊക്കെ ആണുങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവാട്ടാ. എന്നിട്ടാ അപ്പൊ ഞങ്ങൾ തല്ലുകൂടി കഴിക്കാനൊന്നും നിൽക്കില്ല എന്നാ പറയുന്നത്. ഈ അരിയും ചോറൊക്കെ കൊണ്ടുപോയി ഒക്കെ എല്ലാവരും വെച്ച് പാകാവുമ്പോ കയ്യൂക്കുള്ളവൻ കാര്യകാരെന്ന് പറഞ്ഞാൽ അവര് കഴിക്കുക. അതൊക്കെ നമ്മള് അച്ഛമ്മ തന്നെയല്ല, അച്ഛമ്മേല് കൂടെ തന്നെ 2-3 ആളുണ്ട്. തല്ലുകൂടാണ്ട് ഞങ്ങള് ഇതേവരെ ഞങ്ങൾ തല്ലുകൂടിയിട്ടില്ല കൂട്ടുകാരിയോട്. അങ്ങനെ ഞങ്ങൾ 2-3 കൂട്ടുകാരി, ഞങ്ങളൊരു 3 കൂട്ടുകാരിയോള് എന്നും തല്ലുകൂടാണ്ടിരിക്കുന്നവരാ. അതിപ്പോഴും ഇല്ല തല്ലുകൂട്ടം. ഒന്ന് അവിടെ തങ്കമണിന്ന് പേരായിട്ട് ചേച്ചിണ്ട്, ഒരെണ്ണം മാലദ്യമാരോടത്തെ ശീലയില്ലേ, അങ്ങനെ ശീലമായി അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ മാത്രം തല്ലുകൂടില്ല എന്നാണ് ഈ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ തല്ലുകൂടും. പിന്നെ തല്ലുകൂടി അതിൽ നിന്നൊരു പങ്ക് കഴിക്കുന്ന ആളുണ്ട്. എന്നിട്ടാ മേമേനെ വന്നു മുത്തുന്നതാ. അപ്പൊ അങ്ങനെ തല്ലുകൂടി കഴിക്കുന്ന കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അവരൊക്കെ തല്ലുകൂടി കഴിക്കും. ഇതിപ്പോ ഒരു ദിവസം അല്ലാട്ടാ, അല്ല എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ വെക്കുമായിരിക്കും. എല്ലാ ദിവസവും തല്ലുകൂടി അവര് കഴിക്കും. ഞങ്ങള് നേരം ഞങ്ങൾ നോക്കിയിരിക്കില്ല, ഞങ്ങള് പോവാറുണ്ട്. ഞങ്ങളപ്പോ വേറെ വല്ല പണികൾ എടുക്കും. തിന്നാ കോൽപ്പുളിയുടെ അലയില്ലേ, കോൽപ്പുളിയുടെ അല്ല ഇന്നൊക്കെയാണ് എന്ത് സാധനം കഴുകി കഴിക്കലൊക്കെ. അന്ന് പുളിയുമെന്ന് ഒരു ചില്ല ഒടിച്ച് കൊടുത്തിട്ട് അതാ ഉരിഞ്ഞ് അമ്മേമിയിടും. ഉപ്പ് മുളകില്ലേ, കാന്താരി മുളക്, അതൊക്കെ കൂട്ടി ചതച്ച് ഒരു ഇല പാത്രത്തിലൊക്കെ വാരിയിട്ട് ഞങ്ങൾ 3 ആൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. 3 ആൾ വെച്ചാൽ അവർ വന്ന് അവർക്കും കൊടുക്കും. അപ്പോഴും അവരുടെ കഞ്ഞി തല്ലുകൂടി ഞങ്ങൾ കുടിക്കില്ല, അവർക്ക് കൊടുക്കും ഞങ്ങൾ ഒരു പങ്ക്. അവര് അതൊക്കെ കഴിക്കില്ലാണ്ട് വീണ്ടും ഞങ്ങളുടെ തീർത്തവര്, അപ്പൊ അവർക്കും കൊടുക്കും. അങ്ങനെ പിന്നെ ഉണക്കമാന്തൽ മേടിച്ച് കൂട്ടാൻ വെക്കും. ഇതൊക്കെ വെന്തിറങ്ങിയാലും ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളിതൊക്കെ വലിയ കാര്യത്തിൽ ചെയ്യുന്നു മാത്രം. ഒക്കെ തല്ലുകൂടി കുടിക്കുന്നവര് വേറെയാ.
അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കളി. അതേപോലെ ഞങ്ങൾ ആ പാടത്തേക്ക് പോകും കളിക്കാൻ. അവിടെ വടക്കേ പാടം എന്ന് പറഞ്ഞൊരു പാടുണ്ട് അവിടെ. ആ പാടത്തേക്ക് ഇപ്പൊ മേരിപ്പാലം എന്നൊക്കെ പറയാം അവിടെ. ആ പാടത്തിൻ്റെ അവിടേക്ക് പോകും ഞങ്ങൾ. അവിടെ പോയി ഞങ്ങള് ഈ കടേശ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിസ് മരങ്ങളുണ്ടാവും, ഈ നെല്ലുണ്ടായി കിടക്കുന്നതിൻ്റെ ഉള്ളിൽ കുട്ടാടൻ കായൽ എന്നൊക്കെ പറയാ. ആ കായലിൻ്റെ അവിടെ പോയി ഞങ്ങള് അതൊക്കെ ഞങ്ങൾ എൻ്റെ കഥ പറയുന്നതാണ്. ഇപ്പൊ അത് ഓണാണോ അല്ലെന്നൊന്നും നോക്കിയൊന്നുമില്ല. അപ്പൊ നാളികേരം ചെമ്മീനും. അപ്പൊ ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഞങ്ങൾ ചോറും കറിയൊന്നും അങ്ങനെ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. കുഞ്ഞച്ചമ്മ കാലായപ്പോ വീട്ടിൽ വെപ്പും കൂടി. കുഞ്ഞച്ചമ്മയ്ക്ക് വിശപ്പ് ഭയങ്കര. കുഞ്ഞച്ചമ്മ വിശപ്പിന് അവൾക്ക് വിശന്നാ പിന്നെ അവള് ഇതൊന്നും നോക്കൊന്നുമില്ല. അപ്പൊ അവളായപ്പോ ചോറ് വീട്ടിൽ വെച്ച് ഞാനപ്പോ അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. അജുവാപ്പൻ്റെ അമ്മമ്മേനോട് അങ്ങനെ അജുവാപ്പൻ്റെ അമ്മമ്മേരെ കൂടെ വന്നപ്പനെ പിന്നെ പണികളൊക്കെ എടുക്കാൻ തുടങ്ങിയില്ല. രസം കുറവൊന്നുമില്ല. പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്യാനും കെട്ടാനൊക്കെ പോകും. അമ്മമ്മ പോണതിൻ്റെ ഒപ്പം പോകും. കല്ലൂർക്ക് പോകും. നെടുപുഴ പോയി കൊയ്യും. നെടുപുഴ ഇവിടെയുള്ള ആൾക്കാർക്ക് നെടുപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കൊയ്ത് നെല്ല് കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ പോയിട്ടുണ്ട്. നിങ്ങളുടെ കാലത്തൊക്കെ നിങ്ങൾ കളിക്കാനല്ലേ നടക്കുന്നത്? അല്ലെ ഇപ്പൊ വീട്ടിലിരുന്ന് കളിക്കൊക്കെ അല്ലേ? ഞങ്ങളൊക്കെ അച്ഛനമ്മമാര് പോണ വഴിക്കൊക്കെ പോയി പണിയെടുക്കണം. ടി എസിൽ പോയിരിക്കാൻ പറ്റില്ല. എനിക്ക് വീട്ടു പണിയല്ലേ. ടി എസിൽ പോയിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് അല്ലാണ്ട് ഈ ചോറ് കറിയൊന്നും വെക്കലും എടുക്കലൊന്നും എൻ്റെ കുഞ്ഞുകാലത്തുണ്ടായി. മേമ കാലായി വന്നതിന് ശേഷം അമ്മേ കൂടുപാപ്പനൊക്കെ ഞാൻ വലിയ പെണ്ണായിട്ട് അച്ചാച്ചനെ കൊണ്ടുവന്നതിന് ശേഷം കല്യാണം കഴിച്ച്. അച്ഛണ്ടായത് 1984 അച്ഛൻ ജനിച്ചു. അച്ഛൻ കുറുമ്പില്ലാത്തൊരു കുട്ടി അച്ഛനായിരുന്നു. അച്ഛൻ അങ്ങനെയൊന്നും കുറുമ്പുണ്ടായിട്ടില്ല. കാര്യമൊക്കെ പറഞ്ഞാല് അച്ഛൻ ഒരു പാവ അപ്പൂന്റെ പോലെയാ. അപ്പു നിങ്ങളായിട്ട് തല്ലുകൂടുന്നല്ലേ നീയായിട്ട്? അച്ഛന് കുറുമ്പുണ്ടായിട്ടില്ല. അച്ഛൻ അങ്ങനെ പുറത്തേക്കും പോവാറില്ല. പക്ഷെ കുടുപാപ്പ കാലായതിന് ശേഷം അച്ഛനും പോയി തുടങ്ങി. അതേവരെയൊന്നും അങ്ങനെ പോവില്ല. പിന്നെ അമ്മുവാപ്പ അന്നും അങ്ങനെ വലിയ പുറത്തേക്ക് പോവില്ല. അമ്മുവാപ്പന് അന്നും കൂട്ടും കാര്യങ്ങളൊന്നുമില്ല. അമ്മുവാപ്പ അങ്ങനെയാണ്. എൻ്റെ ഇത് തല്ല് കിട്ടാത്തത് കുടുവിനും ഉള്ളോ. കുടു തല്ല് അങ്ങനെ തല്ല് കൊള്ളാൻ നിൽക്കില്ല. അവൻ എൻ്റെ ശീല. എൻ്റെ അമ്മ തല്ല വരുമ്പോ ഞാൻ ഓടും. അമ്മ തല്ല വരുമ്പോ ഞാൻ അയ്യോ വടിക്കുന്നു. അടിക്ക് പേടിയ. അപ്പൊ ഞങ്ങള് എൻ്റെ അമ്മ പണിയൊക്കെ വെച്ച് വരുമ്പോഴേ പണിക്കൊക്കെ പോകുന്ന സമയത്ത് വല്ല പണിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അമ്മ പണി വെച്ച് വരുന്ന നേരത്ത് അമ്മ വല്ലതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പോയിണ്ടാവും കാര്യങ്ങൾ. അത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ എന്നൊക്കെ. അപ്പൊ അന്നൊക്കെ മൺകാലത്തിലാണ് കഞ്ഞി വയ്ക്കുക. അപ്പൊ മൺകാലൊന്നും എടുക്കാൻ കാലായിട്ടില്ല അത്രേ. അപ്പൊ എൻ്റെ കയ്യില് മേമേനെ നോക്കാനേൽപ്പിക്കും. മേമേനെ നോക്കാനേൽപ്പിച്ചിട്ട് കുഞ്ഞച്ചമ്മേനെ നോക്കാനേൽപ്പിക്കുമ്പോൾ ഞാൻ കുഞ്ഞച്ചമ്മേനെ നോക്കും വേണം. വെള്ളമൊക്കെ കൊണ്ടുവരണം. കിണറൊന്നുമില്ല. കുഞ്ഞച്ചമ്മ കുഞ്ഞ കുട്ടിയാ എടുത്തിട്ട് നടക്കണ്ടേ. അപ്പൊ കുഞ്ഞച്ചമ്മേനെ അമ്മേ കുഞ്ഞച്ചമ്മേനെ എടുത്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ വല്ല വെള്ളമൊക്കെ കൊണ്ടുവരിക.
അങ്ങനെ ചിലപ്പോൾ കലമൊക്കെ കഴുകിയിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഇത്തിരി ഈണത്തിലൊക്കെ വെക്കില്ലേ, അപ്പം ആ ഈണത്തിൽ വെക്കുന്നതിന് ചിലപ്പോൾ കലാമ്മ ഒരു മോട്ടേരിക്കില്ല. ആ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ പോവാൻ. അപ്പോൾ കല ഓട്ടയാകുമ്പോ ചോദിക്കാം മാമ ശീല ഈ കല ഇങ്ങനെ ഓട്ടയുണ്ട്. അപ്പൊ ആൾ കോഴി കുത്തിയിട്ടാന്ന് പറയും. കോഴി കലം കുത്തിയ അമ്മ കലത്തിന്റെ മുകളിൽ വച്ചിരിക്കണ്ടായി അമ്മ, അപ്പൊ അത് കോഴി കുത്തിയപ്പോ ഓട്ട ചെയ്താന്ന് പറയും. എവിടെ കോഴി കുത്തി ഓട്ടയാവില്ലെന്ന് അമ്മയ്ക്കറിയാം. നമുക്ക് തല്ലുള്ള അമ്മ പഠിക്കേ രാവിലെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അതൊന്നും അമ്മ നോക്കില്ല, അമ്മ നല്ല അടിക്കും. അപ്പൊ അമ്മ കോഴി കൂട്ടാൻ കഴിച്ചാട്ടാ. കഥ പറഞ്ഞൊന്നും പറയാനൊന്നും പറ്റിയില്ല. ഈ നേരത്താണ് ഇപ്പൊ രാവിലെ കഥ കഴിക്കാൻ പറ്റിയ. അമ്മമ്മ ചീത്ത പറയില്ല, തല്ലുള്ളോ ചീത്ത പറയില്ല. അത് കഴിഞ്ഞു അപ്പൊ ഉണക്കില്ല. അവര് ഇവിടങ്ങളിലൊക്കെ പോകുള്ള കളിക്കുകയാണ്. മാധ്യമമ്മര വഴിയില് അവിടെയൊക്കെ പോയി കളിക്കുള്ളൂ. പിന്നെ രാധേശിന്റെ വടുപ്പില് അവർക്കൊക്കെ അന്ന് പിള്ളേരുകളെല്ലാം കുറെ ആൾക്കാരുകൾ കൂടിയിട്ട് അവിടെ കളിക്കുക. അവരെ വളപ്പിലൊക്കെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കളിക്കും. അത്ര നല്ല കഥയാ ഒക്കെ വന്നിട്ട്. ഞാൻ ഒരു ഉണർവ് ഏറ്റച്ചിട്ട് എനിക്ക് കഥ പറഞ്ഞപ്പോ നീ എന്റെ കഥ കേട്ട് ഉറങ്ങിയ, അത് നന്നായി. അപ്പൊ അത്ര പൊട്ട കഥയായിരുന്നു എന്റെ. എന്താ എന്റെ കഥകളൊക്കെ ചോദിച്ചേ? എന്താ എന്റെ കഥകളൊക്കെ ചോദിച്ചേ? കഥ കേട്ടോ അപേക്ഷിച്ച് ചോദിച്ചതാണോ? ഓ ഭയങ്കരായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മോളെ. ഞങ്ങള് വേണം പോയോ വാല് തുറന്നേ. സ്കൂള് ഉണ്ട്, എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ഉണ്ണീനെ നോക്കിയിരിക്കല്ലേ. അതാ പറഞ്ഞത്. അയ്യോ ഭാഗ്യ അല്ലടി, നഷ്ടം അല്ലേ. ഞാനേ കൊള്ളി അടപ്പത്ത് വെച്ചപ്പോ കൊള്ളി അടപ്പത്ത് വെച്ചപ്പോ ഞാൻ ഒരു സൂത്രം ചെയ്തിട്ടാ. എനിക്ക് കൊള്ളി ഉപ്പേരി തന്നെ ഇഷ്ടമല്ല, കൊള്ളിയിൽ മുളകിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ 2 കഷ്ണം എടി നാവ് കിട്ടണേ. വരുന്നു പറഞ്ഞു
മുളക് പൊടി ഇട്ടു കേട്ടോ. ഞാൻ കൊള്ളിയേ കൂട്ടാൻ വെച്ചാൽ എനിക്ക് കഴിക്കാൻ മുളകിട്ട് ഇഷ്ടമല്ല. 2 കഷ്ണം വേവിക്കുമ്പോൾ എന്താ കൂടെ തുടങ്ങിട്ടോ. പായസം പോലെയാകും. കറി വെക്കുമ്പോഴേ പായസം പോലെയാകും. ഒരു വീഡിയോ കണ്ടോ, ഈ കൊള്ളി വെക്കുമ്പോഴേ വേവിച്ച വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. നമുക്കത് ഒഴിക്കേണ്ടി വരുമോ? അയ്യോ കറി കുറച്ചോളൂല്ലേ. മേമനെ കുറിച്ചുള്ള പറ്റും. അപ്പൊ നമ്മുടെ കൂട്ടാൻ പണി കഴിഞ്ഞു. സൗമ്യ വാ, കൂട്ടാൻ പണി കഴിഞ്ഞു. ഞാൻ എൻ്റെ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് ക്ഷമിക്കുക. മണിക്കുട്ടിയോട് ചോദിച്ചപ്പോ ഞാൻ അതൊക്കെ പറഞ്ഞത് കേട്ടാ. ഒന്ന് കാണിച്ചടിയാ. ഉറങ്ങണ സമയത്ത് കേൾക്കാനല്ലേ? ഇതിപ്പോ നീ നേരം വെളുത്തിട്ടല്ലേ ചോദിച്ചാലോട്. കഥയൊക്കെ കേട്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതമായിരുന്ന. ആ മേമ മുറി കൂട്ടാനൊന്ന് കാണിച്ചേ. കൊള്ളിക്കൂട്ടാൻ ശരിക്ക് ചെമ്മീനും ചാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അത് സൗമ്യയുടെ വകയാണ് കേട്ടാ. സൗമ്യാണ് പറഞ്ഞേക്കണം. മൂടിയൊക്കെയാണ് ഞാൻ കൂട്ടാൻ. അപ്പം ശരി, ടാറ്റ. ഇന്നത്തെ ഇത് കഴിഞ്ഞു.